റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ക്രെഡിറ്റിന് സാധനം വാങ്ങിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടത് ക്രെഡിറ്റ്, ഞങ്ങളും ക്രെഡിറ്റ് തന്നെ ഒരുപാട് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ക്രെഡിറ്റിൽ ഒരു ലിമിറ്റിൻ്റെ, ക്രെഡിറ്റ് ബിസിനസ്സിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമുക്കൊരു സ്ഥലത്തു നിന്ന് ഒരു സപ്ലയറുടെ നിന്ന് ക്രെഡിറ്റിന് കിട്ടുമെന്ന് വിചാരിക്കുക. ഈ ക്രെഡിറ്റിന് കിട്ടുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഒരു ക്വാണ്ടിറ്റി പോലും നമുക്കൊരു റിയൽ കാൽക്കുലേഷൻ ഇല്ലാണ്ട് പർച്ചേസ് ചെയ്യും. ഈ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഈ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ഒരു ഡേ വരും. ഈ ഡേ വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോയുടെ ഒരു ക്രഞ്ച് സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ മാക്സിമം ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾഡ് പർച്ചേസ് ആക്കാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ക്രെഡിറ്റ് പർച്ചേസുകളിൽ നമ്മുടെ ക്വാണ്ടിറ്റി എന്ത് ബേസിലാണ് നമ്മൾ റീ ഓർഡർ കൊടുക്കുന്നത് എന്നുള്ളത് ചിന്ത എപ്പോഴും നമ്മൾ റീ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ നല്ല കൺട്രോൾഡ് പർച്ചേസ് കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ നല്ല എളുപ്പമാക്കാനും നമ്മുടെ സ്റ്റോറുകൾ ഒരു ഡംപ് യാർഡ് ആവാണ്ട് ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഉള്ള ഒരു സ്റ്റോറായിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്കൊരു സക്സസ്ഫുൾ റീറ്റെയിലർ ആവാൻ വേണ്ടി നമുക്ക് പറ്റും.